നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. പോലീസ് കമ്മീഷണർ അങ്കിത് അശോകനാണ് മുഖ്യപ്രതി. എന്നാൽ തൃശൂർ പൂരം കലക്കിയതിന്റെ എല്ലാ കുറ്റവും അങ്കിത് അശോകിന്റെ തലയിൽ വെച്ച് കൈകഴുകുകയാണ് എല്ലാവരും. മറ്റാരും ഒന്നും അറിഞ്ഞിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. തൃശൂരിൽ ഉണ്ടായിട്ടും എന്നെ ആരും അറിയിച്ചില്ല എന്നാണ് ക്രമസമാധാന ചുമതലയുള്ള ADGP അജിത് കുമാർ പറയുന്നത്. തൃശൂരിലെ MP-യും MLA-യും ഒന്നും അറിഞ്ഞില്ല, സർക്കാരും ഒന്നും അറിഞ്ഞില്ല. എന്നാൽ തൃശ്ശൂരുകാരെല്ലാം അറിഞ്ഞു, കേരളം മൊത്തം അറിഞ്ഞു, ലോകർ മുഴുവനും അറിഞ്ഞു. പണ്ടൊക്കെയാണെങ്കിൽ അറിഞ്ഞില്ല എന്ന് പറയുന്നതിൽ ഒരു ന്യായമുണ്ട്. ഇന്ന് അതല്ല സ്ഥിതി. ചാനലുകളൊക്കെയും പൂരം ലൈവായി സംപ്രേഷണം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. 900 യൂട്യൂബ് അക്കൗണ്ടുകളും പൂരത്തിലെ ഓരോ നിമിഷത്തെയും ഓരോ നീക്കവും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നിട്ടും അറിഞ്ഞില്ല എന്ന് പറയുന്നതാണ് സംശയാസ്പദമായി നിലനിൽക്കുന്നത്. കമ്മീഷണറുടെ സ്ഥലം മാറ്റത്തിന് പറയുന്ന കാരണങ്ങളൊന്ന്, ക്രമസമാധാന ചുമതലയുള്ള ADGP അജിത് കുമാർ തൃശ്ശൂരിൽ ഉണ്ടായിരുന്നിട്ടും വിവരങ്ങളൊന്നും ധരിപ്പിച്ചില്ല എന്നാണ്. ആരെങ്കിലും ധരിപ്പിച്ചാൽ മാത്രമേ ഇദ്ദേഹം ധരിക്കൂ അത്രേ. പിന്നെ എന്തിനാണ് ഇദ്ദേഹം തൃശ്ശൂരിലെത്തിയത്? ഏതെങ്കിലും ചെറിയ അമ്പലത്തിലെ ചിറപ്പല്ല തൃശ്ശൂരിൽ നടന്നത്. ലോക മലയാളികൾ ഉറ്റുനോക്കുന്ന തൃശ്ശൂർ പൂരമാണെങ്കിലും അറിഞ്ഞില്ല എന്ന് പറയരുത്. ഇപ്പോൾ ഇതൊന്നുമല്ല വിഷയം. പൂരം കലക്കിയ പോലീസും ഇതൊന്നും ഇടപെടാതെ മാറി നിന്ന MP-യും MLA-യും UDF LDF സ്ഥാനാർത്ഥികളും ഒക്കെ ആകെ ഇപ്പോൾ ഭരഭ്രാന്തിയിലാണ്. പ്രശ്നമറിഞ്ഞ് NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ഓടിയെത്തി പരിഹാരത്തിന് ശ്രമിച്ചതാണ് അവരുടെയൊക്കെ ഇപ്പോഴത്തെ പ്രശ്നം. ഇതെങ്ങാനും ഇലക്ഷനിൽ പ്രതിഫലിക്കുമോ എന്ന ഭയം പോലീസ് കമ്മീഷണറെ പുള്ളിക്കുത്തി നാടുകടത്തിയാൽ എല്ലാം ശുഭമാകുമെന്നാണ് അവർ കരുതുന്നതും.